ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഇന്നലെ രാജ്യസഭയിൽ കോൺഗ്രസ് എം പിയായ രൺദീപ് സിംഗ് സുർജവാല എന്ന എം പിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ ഒരു റിപ്പോർട്ട് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി കടത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ്. 2022 മുതൽ 24 വരെയുള്ള 3 വർഷത്തെ കണക്കുകൾ എടുക്കുമ്പോൾ കേരളത്തിലെ 85,534 കേസുകളാണ് ഈ ലഹരിക്കടത്തുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലുള്ള ആകെ ലഹരിക്കടത്തിൻ്റെ 30% കേരളത്തിലാണ് നടക്കുന്നത്. 2ാം സ്ഥാനം ബോംബെയൊക്കെ ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്രയാണ്. പഴയകാല അധോലോക സംഘങ്ങളൊക്കെ വിളയാടിയിരുന്ന ബോംബെ പോലെയുള്ള വലിയ പട്ടണമൊക്കെ ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്രയിൽ പോലും ഏതാണ്ട് 35,000 കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തപ്പോൾ കേരളത്തിലെ 85,000-ന് മുകളിൽ കേസുകളാണ് ഈ 3 വർഷത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഈ കഴിഞ്ഞ വർഷം മാത്രം 2024 മാത്രം 27,000-ൽ പരം കേസുകളാണ് മയക്കുമരുന്ന് കടത്ത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു എന്നത് വളരെയധികം ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഭരിക്കുന്ന സർക്കാർ മാത്രമല്ല, എല്ലാ സാമുദായിക, രാഷ്ട്രീയ, സാമൂഹിക പ്രസ്ഥാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു സമയമായിരിക്കുകയാണ്. കാരണം നമ്മൾ ഉദ്ദേശിച്ചതിലും വളരെ ഗുരുതരമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. കുട്ടികളും യുവാക്കളുമൊക്കെ ധാരാളമായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള മയക്കുമരുന്നുകൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിലെ കുട്ടികളുടെ ഇടയിൽ പോലും വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഒരുതരം വെള്ള പൊടി, അതിനൊരു പ്രത്യേക പേരുണ്ട്, ഞാൻ മറന്നുപോയി. അങ്ങനെയുള്ള പൊടികളൊക്കെ സ്കൂളിലെ കുട്ടികളുടെ ഇടയിൽ ധാരാളമായിട്ട് ലഭ്യമാണ്. ഇവരെ കുറച്ചുകൂടി പ്രായമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്വന്തമായി ചെറിയ വരുമാനമൊക്കെ ആയി കഴിയുമ്പോൾ ഇവരെ MDMA ഒക്കെ പോലെയുള്ള മയക്കുമരുന്നുകളെ ഉപയോഗിക്കുന്നതിലേക്ക് കടക്കുന്നു. കഞ്ചാവ് പോലെയുള്ള കാര്യങ്ങൾ, ഹൈബ്രിഡ് കഞ്ചാവ്, പുതിയ ഇനം മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ഭീകര യാഥാർത്ഥ്യമാണ്. ഈ രാസലഹരിയുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിലെ വളരെയധികം ദോഷങ്ങളുണ്ടാക്കും. നമുക്കറിയാം, നമ്മുടെ ശരീരം ഒത്തിരിയേറെ കെമിക്കൽ കോമ്പൗണ്ട്സ് കൂടിയ ചേർന്നിട്ടുള്ള ഒന്നാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധി, തലച്ചോറിലെ അയഡിന്, അതുപോലെ തന്നെ എല്ലുകളിൽ ഫോസ്ഫറസ്, അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഒത്തിരിയേറെ കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. ഇത് പലപ്പോഴും ഈ പ്രകാരമുള്ള MDMA പോലെയുള്ള രാസലഹരികൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ കെമിക്കൽ ഇക്വിലിബ്രിയം നഷ്ടപ്പെടുകയും നമ്മളെ മറ്റൊരു മാനസിക അവസ്ഥയിലേക്ക്, ശാരീരിക അവസ്ഥയിലേക്ക്, ബ്രെയിൻ്റെയും ന്യൂറോണിൻ്റെയും ഒക്കെ തെറ്റായിട്ടുള്ള സംവേദനത്തിലേക്ക് നമ്മൾ ചെന്നെത്തുകയും ചെയ്യുകയാണ്. ഇത് പലപ്പോഴും ആവശ്യത്തിലധികം വയലൻ്റ് ആകുന്നതിനും ഒത്തിരിയേറെ അതിക്രമങ്ങൾ സംഭവിക്കുന്നതിനുമൊക്കെ കാരണമായിട്ട് തീരുന്നു. ഈ ദിവസങ്ങളിൽ കേരളത്തിലെ നടന്നിട്ടുള്ള കൊലപാതകങ്ങളും ക്രൂരകൃത്യങ്ങളും എടുത്തു നോക്കിയാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഈ 2 മാസത്തിനകത്ത് ഏതാണ്ട് 70ഓളം കൊലപാതകങ്ങളാണ് ഈ കൊച്ചു കേരളത്തിലെ നടന്നിട്ടുള്ളത്. അതും ചെറുപ്പക്കാർ പ്രതികളായിട്ടുള്ള കേസുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവത്തോടുകൂടി നമ്മളിത് കാണണം, എത്രമാത്രം ഗൗരവത്തോടുകൂടി നമ്മളിത് വിലയിരുത്തണം. ഇതിനുള്ള തുടർ നടപടികൾ ആയിട്ട് നമ്മൾ എത്രമാത്രം ഗൗരവത്തോടുകൂടി മുന്നോട്ട് പോകണം. കുട്ടികളെ, യുവജനങ്ങളെ ഇതിൻ്റെ കെണികളിൽ പെടുന്നു, ഇതിൻ്റെ കാരിയേഴ്സായി മാറുന്നു. പെൺകുട്ടികൾ വളരെ പ്രത്യേകമായിട്ട് വഞ്ചിക്കപ്പെടുന്നു. പലപ്പോഴും പ്രണയക്കെണികളും ലഹരി മരുന്നുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഈ അടുത്ത നാളിൽ വടക്കാഞ്ചേരി സ്വദേശിയായ ഒരു യുവാവ് ഈ ഒരു ബന്ധം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയും ചാനലുകളിലൊക്കെ ആ ഒരു വെളിപ്പെടുത്തൽ വരികയും ചെയ്തതാണ്. ഞാനതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കുന്നില്ല. നമ്മളെ ഈ ഒരു വിഷയത്തെ വളരെയധികം ഗൗരവത്തോടുകൂടി കാണണം. കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ ലഹരിക്കടത്തിനൊക്കെ വളരെ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്. ഒമാനിൽ നിന്നും ഒക്കെയാണ് ലഹരി ഇന്ത്യയിലേക്ക് MDMA ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ട് വരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം ഓരോ മയക്കുമരുന്നുകൾ വരുന്ന ഓരോ സ്ഥലത്തെക്കുറിച്ച് നമ്മളോട് പറയുന്ന ഒരു വീഡിയോയും കഴിഞ്ഞ ദിവസം ഇറങ്ങുകയുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇതേക്കുറിച്ച് വ്യക്തമായൊരു അവയർനെസ് ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇതേക്കുറിച്ചൊരു ബോധ്യം പരന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളെ, യുവജനങ്ങളെയൊക്കെ ഈ ഒരു ബോധ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ബോധവൽക്കരണങ്ങൾ ഈ ഒരു
വിഷയത്തിൽ നമ്മൾ സ്കൂളുകളിലെ അധ്യാപകരും അതുപോലെ തന്നെ വീടുകളിൽ മാതാപിതാക്കളും എല്ലാവരും ഈ ഒരു വിഷയത്തിലെ ഗൗരവമായിട്ടുള്ള ഒരു ബോധവൽക്കരണം നടത്തേണ്ടത് വളരെയധികം അനിവാര്യതയായിരിക്കുകയാണ്. അതിനെ ഒരു പ്രത്യേക ദൗത്യമായിട്ട് ഏറ്റെടുത്ത് നമുക്ക് അടുത്ത ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഒരു ലഹരി വിമുക്ത അധ്യയന വർഷം നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കണം. അതിനുള്ള പ്രവർത്തനമായിട്ട് ഈ തുറന്നുള്ള മാസങ്ങളെങ്കിലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കണം. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ ശോഭനമായ ഒരു ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് മികച്ച ഒരു യുവജനത്തെ ലഹരിയിലും മദ്യത്തിലും മയക്കുമരുന്നുകളിലും പ്രണയക്കണികളിലും ഒന്നും അകപ്പെട്ടു പോകാതെ നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഉന്നതിയിലേക്ക് നയിക്കുന്ന ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാനായിട്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് കൈകോർത്ത് പ്രവർത്തിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.